കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ നേതാവായിരുന്ന പി.കെ. കുഞ്ഞച്ചനെ അനുസ്മരിച്ചു. KSKTU ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറ അകമ്പാടത്ത് നടത്തിയ പി.കെ. കുഞ്ഞച്ചൻ അനുസ്മരണ പൊതുയോഗം KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നിതിൻ കണിച്ചേരി ഉദ്ഘാടനം ചെയ്തു. 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ബ്രിട്ടീഷുകാരന്റെ ഭരണം അവസാനിച്ച് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേക്ക് വന്നു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പരമോന്നത നേതാവായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ജനാധിപത്യ രൂപത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി മാറി. 47-ൽ സ്വാതന്ത്ര്യം കിട്ടുന്ന അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പദവി ഏറ്റെടുക്കുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതത്തിൽ അന്ന് വരെ ജീവിച്ചതിൽ ഏറ്റവും കൂടുതൽ ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന, കേരളം കണ്ട, ഇന്ത്യ കണ്ട മഹാനായ ഒരു മനുഷ്യ സ്നേഹിയായ നേതാവ് സഖാവ് A.K. ഗോപാലൻ ജയിലിലാണ്. AKG എന്നറിയപ്പെടുന്ന സഖാവ് A.K. ഗോപാലൻ ജയിലിലാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസവും ആ കാലത്താണ് സഖാവ് P.K. കുഞ്ഞച്ചനെ പോലെയുള്ള അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്, പാർട്ടിയുടെ ഭാഗമാകുന്നത്. ഇന്നത്തെ പോലെയുള്ള ഒരു കാലമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിനകത്ത് രാഷ്ട്രീയ സമര സംഘടനാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്, പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുക്കുന്നത് അധികാര സ്ഥാനങ്ങളിലേക്ക് വരിക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തിയല്ല. K. നാരായണൻ അധ്യക്ഷനായി. K. പ്രേമൻ MLA, K. കണ്ണൻ ഉണ്ണി, Y. ഷെരീഫ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.